ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എയർ സുവിധ രജിസ്റ്റർ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്ന് കാണിക്കുന്നത്. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ 24 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ ഈ എയർ സുവിധ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിരുന്ന ടീം തന്നെ ചിലപ്പോൾ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്തു തരാൻ സാധ്യതയുണ്ട്. അവരോടൊന്ന് പറഞ്ഞാൽ മതി. ഇനി അഥവാ അറിയില്ല, അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ലിങ്കിൽ കയറുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇത് ലിങ്ക് വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറയാം, നിങ്ങൾ ചിലപ്പോൾ വൈഫൈയിലാണിത് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വൈഫൈൻ്റെ എന്തെങ്കിലും കണക്ഷൻ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ലിങ്ക് ഓപ്പൺ ആവാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്കിലൊന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. അതുവഴി നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. എയർ സുവിധാൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലൊക്കെ. പിന്നെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എയർ സുവിധ 2.0 എന്ന് അടിച്ചാൽ മതി. പിന്നെ നേരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേരും കാര്യങ്ങളാണ് ആദ്യം കൊടുക്കേണ്ടത്. പേര് കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ മെയിൽ ഫീമെയിൽ എന്നുള്ളത് കൊടുക്കുക. അത് കറക്റ്റ് നമ്മൾ പേര് തെറ്റാതെ അടിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതിന് ശേഷം താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിൽ 4 ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് ഇതിൽ കാണുന്നില്ല, ഫുള്ള് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ താഴത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അതേപോലെ നാഷണാലിറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ പാസ്പോർട്ട് നമ്പറാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പാസ്പോർട്ട് നമ്പർ ഇതേപോലെ നമ്മൾ തെറ്റാതെ അടിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പോകുന്ന ഡേറ്റും ടൈമും, അപ്പോൾ ആ ടൈമിൻ്റെ 24 മണിക്കൂർ മുന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈമൊക്കെ കറക്റ്റ് ഉണ്ട്. നമ്മൾ പോകുന്ന ടൈം എപ്പോഴാണോ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈം, ആ ടൈം ഇതിൽ ആ സമയം കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ടിക്കറ്റിലുണ്ടാവുമല്ലോ അത് ഡീറ്റെയിൽസ് മൊത്തം, അത് ടിക്കറ്റ് നോക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലൈറ്റ് നമ്പർ കറക്റ്റ് തെറ്റാതെ അടിച്ചു കൊടുക്കണം. ഫ്ലൈറ്റ് നമ്പറും നമ്മളെ ടിക്കറ്റിലുണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ താഴെ അതിന് ശേഷം ചോദിക്കുന്നത് നമ്മളെ സ്റ്റേറ്റും പിന്നെ നമ്മളെ ജില്ലയാണ്. അത് നമ്മൾ കേരള. പിന്നെ നിങ്ങൾ ഏത് ജില്ലയാണ് ആ ജില്ല എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഞാൻ മലപ്പുറം ഏതാണ് മലപ്പുറം എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ഡമ്മി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഓരോ പേരും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. ഞാൻ ആൾറെഡി നാട്ടിൽ നിന്ന് വന്നതാണ്. പിന്നെ നമ്മൾ കറക്റ്റ് എവിടെയാണ് ചെന്ന് ഇറങ്ങുന്ന എയർപോർട്ട്, ആ എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസും അതിലുണ്ട്. കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ്. ഓക്കെ, പിന്നെ അതിന് ശേഷം ചോദിക്കുന്നത് നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഒമാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഒമാൻ അടിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് താഴെ ചോദിക്കുമ്പോൾ അതും കറക്റ്റ് ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണെന്ന് വരുന്നത് എന്നുള്ളത് ചോദിക്കുന്നതും പിന്നെ അതിൻ്റെ ആ ഡേറ്റും ആണ് അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്ലൈറ്റ് നിങ്ങൾ ടച്ചിങ് ഫ്ലൈറ്റ് ആണോ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണോ ഇല്ലെങ്കിൽ അതിൻ്റെ ടൈം എപ്പോഴാണ് അതും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ഡയറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാണോ ഇറങ്ങുന്നതിൻ്റെ എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിൽ കൊടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ നെക്സ്റ്റ് പേജിലോട്ട് പോകേണ്ടത്. അവിടെ നിങ്ങളുടെ ജില്ല കാര്യങ്ങൾ ബാക്കി അങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളതൊക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വില്ലേജ് കാര്യങ്ങൾ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കും. ഒരു ഫോൺ നമ്പറും കാര്യങ്ങളും ചോദിക്കും. നമ്മളെ പിൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മളെ നാടിൻ്റെ, അത് കറക്റ്റ് തെറ്റാതെ കൊടുക്കുക. അതിന് ശേഷം പിന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ട് OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഫയലായിട്ട് കയറുമ്പോൾ ആ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതാണ് നമ്മൾ എയർപോർട്ടിൽ കാണിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ഡൗൺലോഡ് എന്നുള്ളൊരു സംഭവം വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തോളി. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം.